ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധര പ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കപികളെ തുഷ്ട്യാ പറഞ്ഞിതു വൃദ്ധകുലാധിപൻ. പക്ഷമില്ലാതൊരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിനാർ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃദ്ധാധിപൻ സത്വരം കുത്തി വീഴുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാകതന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ, ഭയപ്പെടായേതുമേ. ഉംബർഗോൻ പൗത്രനുമൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലം മാറു ചെന്നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ, പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കാനനം താരാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തത്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ
ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ ക്ഷണദാചരനോടു ജടായുവാം പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം. പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തത്പ്രസാദേന പക്ഷീന്ദ്രനും. രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപീവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടാകിലപ്പോൾ അവരെ വധിക്കും കപീവരൻ. പാതാളമുൾപ്പൊക്കുവാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു. ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളിങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയുമാരൂഢമോദമവരോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്ക് ജടായും ഞാനൊട്ടു നാളുണ്ടിവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേ. എന്നുടെ സോദരനായുധക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിനുദക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അഭിതീരത്തു വച്ചിടിനാനാദരാൽ. തത്സലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം. സ്വസ്ഥാനദേശത്തിരുത്തിനാർ പിന്നെയുമുത്തമന്മാരായ വാനര സഞ്ചയം. സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുംഗമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകകാനനേ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു 100 യോജനയുണ്ടതു നേരെ നമുക്കു കാണാം വൃദ്ധനാകയാൽ. സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടു വരും ധ്രുവം.
സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശു പോയി രത്നാകരം, പിന്നെ വന്നു രഘൂത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ, ഏവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം, യത്നേന ചാടിക്കടന്നു ലങ്കാപുരം. പുക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കര ചാടിക്കടന്നു വരുന്നതും, തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നുടെ പൂർവവൃത്താന്തങ്ങൾ അൻപോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ, മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതന്നതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുത്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപുടങ്ങളിലപ്പോളവന ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ, പക്ഷദ്വയത്തോടു വീണാനനുജനും. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം, വിന്ധ്യാചലേന്ദ്ര ശിരസി വീണീടിനേ നന്ദനായി 3 ദിനം കിടന്നീടിനേ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ. ചെന്നേ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാനെന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറകനീ. എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവിതത്തെ ധരിക്കേണ്ടുമുപായമെന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ. എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി, പിന്നെ ദയാവശനായരുളി ചെയ്തു. സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വനീ. ദേഹം നിമിത്തമേ ദുഃഖമറിയനീ, ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിനുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിദ്യാസമുദ്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമോർക്കനേ. ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയഃ പിണ്ഡവത്സദാ.
തേന ദേഹത്തിനു താദാത്മയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ത നൂനമാത്മാവിന്നു മായയാ. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപാദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതീ താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതിയിലേക്ക് സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ. മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധൗ ഉത്തമാംഗം കൊള്ള വീഴു മധോഭുവി. പുണ്യമൊടുങ്ങിയാലിന്ദു തന്മണ്ഡലേ ചെന്നു പതിച്ചു നീഹാരസമേതനായി. ഭൂമൗ പതിച്ചു ശാല്യാദികളാൽ ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ. എന്നതിലൊന്നുരേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനിയോനിയിലായി വരും. യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം. ഏകദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ. പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം. മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ. പേശിരുധിര പരിപ്ലുതമായി വരുമാശു തസ്യാമങ്കുരോത്പത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാ കർണനേത്രങ്ങളും 5 മാസം കൊണ്ടു 6 മാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം. കർണയോച്ഛിദ്രം ഭവിക്കുമതിസ്ഫുടം. പിംഗമേഘോപസ്ഥനാഭിപായുക്കളും 7 മാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായൊരു ശിരക്കേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരപി. പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ 9 മാസേ വളരും ദിനം പ്രതി. കമ്പം കരചരണാദികൾക്കും വരും. 5 മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ. നാഭിസൂത്രൽപരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭഗമായ പിണ്ഡം. മുഹുർമൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ. പൂർവജന്മങ്ങളും കാമങ്ങളും നിജ സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു. ദുഃഖിച്ചു ജാഠരവന്നി പ്രതപ്തനായി
തക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമായാർജിച്ചിതന്വഹം. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ, കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീനൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോളിവിടെ കിടന്നു ഞാനിങ്ങനെ. ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടു കൊള്ളാവോ. ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സത്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്യാ ഭഗവത്സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാപേന പിറക്കും വിധിവശാൽ. സൂതിവാതത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ധേന പീഡാന്യുതം. പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസഖേ. നിന്നാലനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവ നാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാത് പരം മേലേയിരിപ്പതാത്മാ പരം കേവലം. ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം. സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം. സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജഗന്മയം ശാശ്വതം. മായാവിനിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും. പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചങ്കോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും നിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ. പുണ്ഡരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ
വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാംധരേ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ. മർക്കടരാജ നിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തൻവങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായുദ്ഭവിച്ചിടും, അതിനില്ല സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃതമഹാത്മ്യം ആരാലുമോർത്താലറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസേ മറ്റു തോന്നീലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കും കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായി അതിപ്രയത്നം ചെയ്കിലർന്നവമിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാൽ നിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമന്റെ ഭക്തരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും. എന്നോ പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്ത് പതുക്കെ പുറപ്പെട്ടു. പെട്ടെന്ന് ഈ വാനരന്മാർ അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ആ ഗുഹയിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്നു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും, ഗൃധ്രം എന്നാൽ കഴുകൻ, വളരെ വൃദ്ധനായിട്ടുള്ള ഒരു കഴുകനാണ് വന്നത്. ആ കഴുകൻ പൃഥ്വീധര പ്രവര ഉത്തുംഗം, പൃഥ്വീധരം എന്നാൽ പർവ്വതം, ഒരു വലിയ പർവ്വതത്തിന്റെ അത്രയും ഉയരമുള്ള രൂപമാണ്. ദൃഷ്ട്വ പരക്കെ കിടക്കും കപികളെ, തന്റെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കപികളെ ദൃഷ്ട്വ കണ്ടിട്ട് തുഷ്ട്യ വളരെ സന്തോഷത്തോടെ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ, പക്ഷമില്ലാതൊരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ. ചിറകില്ലാത്ത എനിക്ക് ഭഗവാൻ ഇതാ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഭക്ഷണം തന്നിരിക്കുകയാണല്ലോ. മുൻപിൽ മുൻപിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം. ഇതിൽ ആദ്യമാദ്യം സ്വയം പ്രാണൻ ഇല്ലാതാകുന്ന ഓരോ കവികളെ ആയിട്ട് അങ്ങനെ എനിക്ക് ഭക്ഷിക്കാം. അപ്പോ ഇത് മർക്കടവീരന്മാർ കേട്ടു. ഗൃധ്രവാക്യം കേട്ട് മർക്കടൗഘം പരിത്രസ്തരായി അന്യോന്യം ആശു ചൊല്ലിയിടിനാർ. അദ്രീന്ദ്രതുല്യനായൊരു പർവ്വതതുല്യനായ ഈ ഒരു ഗൃധ്രാധിപൻ, ഈ കഴുകൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു, ഒരു ഫലവുമില്ലാത്ത ജന്മമായി പോയല്ലോ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചു, അതോ നടന്നില്ല. എന്നാൽ പ്രായോപവേശം,
അതായത് മരണം വരെ ഉപവസിക്കാം എന്ന് വിചാരിച്ചു. അതിനും സാധിക്കുന്നില്ലല്ലോ. ഇതാ ഒരു കഴുകന്റെ വായയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ കൽപ്പിതം. വിധി അതാണെന്ന് തോന്നുന്നു. കാരണം അതാർക്കും തടുക്കരുതേതുമേ, കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. കർമ്മദോഷം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥം ഇവനാൽ മരിക്കെന്നു വന്നത്, എത്രയും പാപികളാക തന്നെ വയം. ഭഗവാന്റെ കാര്യമോ ചെയ്യാൻ സാധിച്ചില്ല. അവസാനം ഇങ്ങനെ ഒരു കഴുകന്റെ ഇരയാകേണ്ടി വന്നത് അത്രയും പാപികളായതുകൊണ്ടാവാം. അങ്ങനെ ഇവർ ആലോചിക്കുകയാണ്. ഇവർ വാനരജാതികളാണ്. ഇതേപോലെ മറ്റൊരു ജാതിയിൽ, മനുഷ്യനല്ലാത്തൊരു ജാതിയിൽപ്പെട്ട ജടായുവിന് ഭഗവാന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അത് പറയുകയാണ് ഇവർ. നിർമ്മലനായ ധർമാത്മാ ജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ. ജടായുവിന് ഒറ്റയ്ക്ക് ഭഗവാനു വേണ്ടി പോരടിക്കാനെങ്കിലും സാധിച്ചല്ലോ. വർണ്ണിപ്പതിന് പണിയുണ്ട് അവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ? അവന് വന്ന ആ ഭാഗ്യം, അവന്റെ പുണ്യത്തെ വർണ്ണിക്കാൻ പണിയുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും പുണ്യം ചെയ്തവനാണ്. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഭഗവാന് വേണ്ടി ഒരു കാര്യം ചെയ്ത് മരിക്കാൻ സാധിച്ചത്. അത് മറ്റാർക്കും കിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. ശ്രീരാമകാര്യത്തിനു വേണ്ടി മരിച്ചതുകൊണ്ട് അവൻ രാമപാദത്തിൽ ചേർന്നുവല്ലോ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹന അനുഗ്രഹം. പക്ഷീന്ദ്രവാഹനൻ ഭഗവാൻ, പക്ഷീന്ദ്രനായ ഗരുഡൻ വാഹനമായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം ഒരു പക്ഷിയായിട്ട് പോലും കിട്ടി. അങ്ങനെ മോക്ഷം ലഭിച്ചല്ലോ. വിസ്മയം തന്നെ. ഇങ്ങനെ വാനര ഭാഷിതം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്ന് ചോദിച്ചിതു. അപ്പോൾ ജടായുവിനെ കുറിച്ച് കേട്ടപ്പോൾ സമ്പാദി കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ചോദിച്ചു, കർണപീയൂഷ സമാനമാം എന്റെ ചെവികൾക്ക് അമൃതിന് തുല്യമായ വാക്കുകൾ ചൊന്നതാരിന്ന് ജടായു എന്നിങ്ങനെ. ജടായു എന്ന് കേട്ടല്ലോ, ആരാ പറഞ്ഞത്? നിങ്ങൾ ആര്? എന്ത് പറയുന്നിതന്യോന്യം? ഇങ്ങു വരുവിൻ, ഭയപ്പെടായകേതുമേ. ഉംബർഗോൻ പൗത്രനും അൻപോടതു കേട്ടു. ഉംബർഗോൻ ഇന്ദ്രൻ, ഇന്ദ്രന്റെ പൗത്രൻ, ഇന്ദ്രന്റെ മകന്റെ മകൻ അംഗദൻ ഇത് കേട്ടു. സമ്പാദി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് സമ്പാദി തന്നുടെ മുമ്പിൽ അമ്മാറ് ചെന്ന് അംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ. സമ്പാദിയുടെ മുന്നിൽ ചെന്നു. ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ധൈര്യത്തിന് ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സമ്മോദം ഉൾക്കൊണ്ട് ചൊല്ലിനാൻ. വീണ്ടും ഭഗവാന്റെ ഇതുവരെയുള്ള കഥ പറയുകയാണ്. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി. ആര്യപുത്രൻ എന്നാൽ മൂത്ത പുത്രനായിട്ട് മഹാവിഷ്ണു നാരായണൻ തന്നെ പുഷ്കരനേത്രനായ രാമൻ തിരുവടി അങ്ങനെ ജനിച്ചു. ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തത്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും ഭഗവാനും പിരിഞ്ഞ ക്ഷോണീപുത്രി അവരവിടുന്ന് പോയപ്പോഴാണ് സീതയെ കട്ടുകൊണ്ടുപോയത്. അങ്ങനെ അവരെ പിരിഞ്ഞ സീതാദേവി മുറയിട്ടത് കേട്ട്, അലമുറയിട്ട് കരഞ്ഞത് കേട്ട് തൽക്ഷണം ചെന്ന് തടുത്തു യുദ്ധം ചെയ്താൻ. ക്ഷണദാചരനോട്, ക്ഷണദാചരൻ രാക്ഷസനോട് ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ. ജടായുവിന്റെ ആക്രമണത്താൽ വലഞ്ഞ രാവണൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടി അറുത്താനതു നേരം. അങ്ങനെ പക്ഷീന്ദ്രനും ജടായുവും പതിച്ചാൻ ധരണീതലേ. ഈ സമയത്ത് സീതാദേവി പറഞ്ഞു, ഭർത്താവിനെ കണ്ട് വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞ് എന്നുമേ നിന്നുടെ മൃത്യു വരായിക എന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. സീതാദേവി
അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തു. തത് പ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ട് വൃത്താന്തമറിയിച്ച് രാമസായുജ്യം ലഭിച്ചിതു. അങ്ങനെ രാമസായുജ്യം ലഭിച്ചു ആ ഭാഗ്യവാന്. അതാണ് രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. പിന്നീട് അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി. അങ്ങനെ ദക്ഷിണ ദിക്കിന് പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്ത് ചെന്നീടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. 30 ദിവസത്തിനുള്ളിൽ പോയി വിവരമറിയിച്ചില്ലെങ്കിൽ സുഗ്രീവൻ ഞങ്ങളെ വധിക്കും. പാതാളമുൾപ്പൊക്കു വാസരം പോയതും ഏതുമറിഞ്ഞില്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഇടക്ക് ഒരു ഗുഹയിൽ പെട്ടുപോയി. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞില്ല ദിവസങ്ങൾ പോയത്. അതിനാൽ ഇനി പോയിട്ട് കാര്യമില്ല, എന്തായാലും വധം ഉറപ്പാണ്, ഞങ്ങളെ കൊല്ലുമെന്നുറപ്പാണ്. അതിനാൽ ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. അങ്ങനെയാണ് സമ്പാദിയോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളെ കണ്ടുമുട്ടിയത്. ഏതാനുമുണ്ടറിഞ്ഞിട്ട് നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. അങ്ങേക്കറിയാമോ സീതയെ കുറിച്ച് എന്തെങ്കിലും? ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്ന് നീ അറിഞ്ഞിടടോ, ഇതാണ് ഞങ്ങളുടെ വിശേഷം. താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരൂഢമോദം അവനോട് ചൊല്ലിനാൻ. എന്നിട്ട് പറയുകയാണ്, ഇഷ്ടനാം ഭ്രാതാവെനിക്ക് ജടായു. ജടായു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ അനുജനാണ്. ഞാൻ ഒട്ടുനാളുണ്ട് ഇവനോട് പിരിഞ്ഞതും, കുറേ നാളായി അവനെ പിരിഞ്ഞിട്ട്. ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. ജടായുവിനെ കുറിച്ചൊരു വാർത്ത ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം കേട്ടു. എന്തായാലും മരിച്ചു എന്നറിഞ്ഞതിനാൽ എന്നുടെ സോദരനായി ഉദകക്രിയക്ക് എന്നെ എടുത്ത് ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ. ഉദകകർമ്മ ചെയ്യാൻ എന്നെ അനുവദിക്കുക, എന്നെ സഹായിക്കുക. നിങ്ങൾക്ക് വാക് സഹായം ചെയ്വനാശു. ഞാൻ വാക്കുകൊണ്ട് നിങ്ങളെ സഹായിക്കാം. അപ്പോൾ അവനെ എടുത്ത് കപികളും അബ്ധിതീരത്ത് വെച്ചിടിനാൻ ആദരാൽ. അങ്ങനെ സമുദ്രതീരത്ത് കൊണ്ടുവന്ന് വെച്ചു. ഗുഹയിലായിരുന്നു സമ്പാദി. തത്സലിലെ ആ സമുദ്രജലത്തിൽ കുളിച്ച് അഞ്ജലിയും നൽകി. അനുജനായിട്ടുള്ള ഉദകക്രിയൊക്കെ ചെയ്തിട്ട് വത്സനാം ഭ്രാതാവിനായിക്കൊണ്ട് സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും വീണ്ടും ഗുഹയുടെ അവിടെ കൊണ്ടുവന്ന് കവികൾ കൊണ്ടുവന്ന് ഇരുത്തി. ഉത്തമന്മാരായ വാനരസഞ്ചയം. അങ്ങനെ സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. പിന്നീട് പറഞ്ഞു, ഞാൻ വാക്സഹായം ചെയ്യാമെന്ന്. അങ്ങനെ പറയുകയാണ്, തുങ്കമായിടും ത്രികൂടാചലോപരി. വളരെ ഉയരത്ത് നിൽക്കുന്ന ത്രികൂടപർവ്വതം, അവിടെയാണ് ലങ്കാപുരി. ലങ്കാപുരിയുണ്ട്, മധ്യേ സമുദ്രമായി. സമുദ്രമധ്യത്തിലാണ് ഇത്. അപ്പോൾ ഇതൊരു ദ്വീപ് പ്രദേശമാണ്. തത്ര മഹാ അശോകകാനനെ ജാനകി നക്തഞ്ജരീജന മധ്യേ വസിക്കുന്നു. രാക്ഷസ സ്ത്രീകളുടെ ഇടയിലായിട്ട് സീതാദേവി അങ്ങനെ അശോകവനിയിൽ ഇരിക്കുന്നു. ദൂരം ഒരു 100 യോജനയുണ്ടത്, നേരെ നമുക്ക് കാണാം ഗൃദ്ധനാകയാൽ. ഒന്ന്, അത്രയും ഉയരമുണ്ട് ഈ കഴുകന്, സമ്പാദിക്ക്. പിന്നെ കഴുകന്മാരുടെ കണ്ണുകൾക്ക് അത്രയും ശക്തിയുണ്ട്, എത്ര ദൂരെയുള്ള വസ്തുക്കളും കാണാം. അപ്പോൾ സമ്പാദി പറയുകയാണ്, എനിക്കിവിടെ നിന്നുകൊണ്ട് കാണാം അവിടെ അശോകവനിയിൽ സീത ഇരിക്കുന്നത്. സാമർഥ്യമാർക്കത് ലംഘിപ്പതിൻ അവൻ ഭൂമിതനൂജയെ കണ്ടുവരും ധ്രുവം. ഈ 100 യോജന കടക്കാൻ ആർക്ക് സാമർഥ്യമുണ്ടോ അവൻ ഭൂമിതനൂജയായ സീതയെ കണ്ടുവരും. മാത്രമല്ല, ഇപ്പോൾ രാവണനോട് സമ്പാദിക്കും ഒരു പകയായി, സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം. ഏതൊരു ജാതിയും എന്ത് വന്നാലും ശരി ആ രാവണനെ കൊല്ലണം. എനിക്കാണെങ്കിൽ പക്ഷവുമില്ലമേ. എനിക്കിപ്പോൾ ചിറകില്ലാതെ പോയി, അല്ലെങ്കിൽ ഞാൻ പോയി ചെയ്തേനെ. എങ്ങനെയായാലും യത്നേന പ്രയത്നിച്ചായാലും
നിങ്ങൾ കടക്കണം ആശു പോയി രത്നാകരം. ഈ രത്നാകരം സമുദ്രം കടന്നിട്ട് നിങ്ങൾ അവിടെ എത്തണം. എന്നിട്ട് വിവരങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ട് തിരിച്ചു വന്ന് പിന്നെ വന്ന് രഘൂത്തമനോട് കാര്യങ്ങൾ പറയുക. രാഘവൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. പിന്നീട് രാമചന്ദ്രൻ വേണ്ടത് ചെയ്തുകൊള്ളും. ഏവം ഇതിന് വഴിയെന്ന് നിർണയം. ഇതാണ് ഇതിനൊരു വഴി. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്ന് ലങ്കാപുരം പുക്ക് വൈദേഹിയെ കണ്ട് പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്ന് വരുന്നതും തമ്മിൽ നിരൂപിക്കണം. ഇത് കേട്ടപ്പോൾ വാനരന്മാർ പരസ്പരം പറയുകയാണ്, ഇനി അടുത്ത പദ്ധതി, ഇനി അടുത്ത ചർച്ച എന്താണ്? ആരാണ് ഈ സമുദ്രം ചാടിക്കടക്കുക? രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്ന് ലങ്കാപുരം പുക്കു വൈദേഹിയെ കണ്ട് പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്ന് വരുന്നതും തമ്മിൽ നിരൂപിക്കുക. ആര് ചെയ്യുമെന്നതിനെ കുറിച്ച് നമുക്കൊരു ചർച്ച ചെയ്യാം, നമുക്ക് ചർച്ച നടത്താം. നാം എന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അൻപോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഇപ്പോൾ സീതാവിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി സമ്പാദിയും ജടായുവും തമ്മിൽ ഉണ്ടായിരുന്ന ആ ബന്ധത്തെക്കുറിച്ചും ഇപ്പോൾ സമ്പാദിക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ പക്ഷം കരിഞ്ഞുപോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വാനരന്മാരോട് പറയുകയാണ്. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി. ഞങ്ങൾക്ക് വളരെ ഉയരത്തിൽ പറക്കാനുള്ള കഴിവുള്ളതിനാൽ ഒരു അഹങ്കാരം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ദർപ്പിത മാനസന്മാരായിട്ട് ഞങ്ങൾ വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറന്നിതു മേൽപോട്ട് ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തം ഉത്പതിച്ചു. സൂര്യമണ്ഡലത്തിന്റെ അത്രയും ഞങ്ങൾ ഉയർന്നു പൊങ്ങി. എന്നാൽ ആർത്തരായി വന്നു ദിനകര രശ്മിയാൽ. പക്ഷെ അവിടെ എത്തും തോറും സൂര്യരശ്മിയാൽ ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ചു. പെട്ടെന്ന് എന്നേക്കാൾ ഉയരത്തിലായിരുന്ന ജടായുവിന്റെ പക്ഷങ്ങളിൽ തൽക്ഷണേ തീയും പിടിച്ചിത് അനുജന് പക്ഷപുടങ്ങളിൽ. അവന്റെ പക്ഷത്തിന് തീ പിടിച്ചപ്പോൾ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിന് ഉടൻ പിന്നിലാക്കിയിടിനേൻ. അങ്ങനെ ഞാൻ അവനേക്കാൾ ഉയർന്നു പൊങ്ങിയിട്ട് അവനെ എന്റെ ചിറകിനടിയിൽ സംരക്ഷിച്ചു. അപ്പോഴേക്കും പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. എന്റെ രണ്ട് പക്ഷങ്ങളും കരിഞ്ഞ് ഞാൻ ഭൂമിയിൽ വീണു. എന്നാൽ പക്ഷദ്വയത്തോട് വീണാൻ അനുജനും. ജടായുവിന്റെ പക്ഷങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അങ്ങനെ പക്ഷങ്ങളോടുകൂടെ തന്നെ ജടായുവും താഴെ വന്നു. പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം. പക്ഷമില്ലെങ്കിൽ പിന്നെ പക്ഷിയായി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അവർക്ക് ആശ്രയം പക്ഷമാണല്ലോ. ഇങ്ങനെ വീണതിന്റെ ആഘാതത്തിൽ വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്ധനായി 3 ദിനം കിടന്നിടിനേൻ. മോഹാലസ്യപ്പെട്ട് 3 ദിവസം ഞാൻ കിടന്നു. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്ത്, എന്നാൽ പ്രാണൻ എന്നിൽ ശേഷിക്കുന്നതിനാൽ ഞാൻ 3 ദിവസം കഴിഞ്ഞ് ഉണർന്നു. കാണായതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു. എവിടെയാ വീണത് എന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ വിഭ്രാന്ത മാനസനായി ഉഴന്നങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോദയാൽ. അങ്ങനെ നിശാകര മുനിയുടെ അടുത്ത് ഞാൻ ചെന്നു, നടന്നു ചെല്ലുകയാണ്. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട്, പണ്ടു കണ്ടുള്ള അറിവ് നിമിത്തമായി. എന്നെ പണ്ട് പരിചയമുള്ളതുകൊണ്ട് മുനി ചോദിച്ചു, എന്തു സമ്പാദേ വിരൂപനായി വന്നതിന് എന്തു മൂലം? ഇതാരാൽ അകപ്പെട്ടതും? എത്രയും ശക്തനായോരു നിനക്കിന്ന് ദഗ്ധമാവാൻ എന്ത് പക്ഷം? പറക നീ, എന്താണ് നിന്റെ ചിറക് കരിഞ്ഞു പോയത്? എന്താ സംഭവിച്ചത് എന്നത് കേട്ട് ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുത് ചോദിച്ചിതു, സന്നമായി വന്നു ചിറകും ദയാനിധേ. ഇപ്പോൾ എന്റെ ചിറക് കരിഞ്ഞു പോയിരിക്കുകയാണ്. ജീവിതത്തെ ധരിക്കേണ്ടും ഉപായം. ഈ പക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ടു പോവുകയുള്ളൂ. എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ പറന്നു പോയിട്ട് ഇര തേടണം. അപ്പോൾ ഇതില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവനം കഴിച്ചു കൂട്ടേണ്ടത്? അതിനൊരു ഉപായം ഇന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ. ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എന്നത് കേട്ട് ചിരിച്ചു മഹാമുനി.
പിന്നെ ദയാവശനായി അരുളി ചെയ്തു. പിന്നീട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് ഒരു മനുഷ്യജീവന്റെ അവസ്ഥയെക്കുറിച്ചും ഗർഭാവസ്ഥയിലുള്ള അവസ്ഥയെക്കുറിച്ചും കർമ്മഗതിക്ക് അവൻ വീണ്ടും വീണ്ടും ഈ ലോകത്തിലേക്ക് വരുന്നതിനെ കുറിച്ചും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരു പക്ഷിയായ സമ്പാദിയോട് മനുഷ്യന്റെ ജനനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ടോ എന്നൊരു സംശയം തോന്നാം. അപ്പോൾ ഇവിടെ ഈ എഴുത്തച്ഛന്റെയൊക്കെ ഉദ്ദേശം എന്നത് രാമായണം എന്ന ഈ ഗ്രന്ഥപാരായണത്തിലൂടെ എല്ലാ ഉപനിഷത്ത് സത്യങ്ങളും വേദസത്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. അതിനായിട്ടാണ് ഓരോ സ്തുതിയിലും പല തത്വങ്ങളും പല കാര്യങ്ങളും ഉപനിഷത്ത് കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. നമ്മുടെ ഋഷിമാരൊക്കെ ഗർഭാവസ്ഥയിലുള്ള ഒരു കുഞ്ഞിന്റെ ആ ഒരു വളർച്ച പോലും എന്നേ അത് മനക്കണ്ണുകൊണ്ട് അവർ കണ്ടിരിക്കുന്നു. ഇന്ന് ഒരു ഉപകരണത്തിന്റെ സഹായത്തോടെ കാണുന്ന ഗർഭാവസ്ഥ നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയിരിക്കുന്നു എന്ന ഒരു സത്യം നമ്മെ അറിയിക്കുകയാണ്. അതിന് ഓരോരോ സാഹചര്യം ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ കാര്യമാണ് ഇനി പറയുന്നത്. ഈ നിശാകരമുനി പറയുന്നതായിട്ട്, സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ, കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്വനി. ഈ ലോകത്തിന്റെ വസ്തുത ഞാൻ നിന്നോട് പറയാം, അത് കേട്ടിട്ട് നിനക്കൊത്തവണ്ണം നിനക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് എന്ന് വെച്ചാൽ നീ ചെയ്യുക. ദേഹം നിമിത്തമേ ദുഃഖമറിക നീ. ഈ ദുഃഖമൊക്കെ ദേഹത്തോടുള്ള നമ്മുടെ സംഘം കാരണമാണ്. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹമാകട്ടെ കർമ്മം ചെയ്യുന്നതിന്റെ അടുത്ത അനന്തരഫലമാണ് ഈ ജന്മം എന്ന് പറയുന്നത്. ദേഹത്തിലുള്ള ഒരു അഹംബുദ്ധി കൈക്കൊണ്ട് മോഹാത് അഹങ്കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു. ഞാനെന്നൊരു വ്യക്തിബോധം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. മിഥ്യയായുള്ളോരവിദ്യാ സമുദ്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരമൊക്ക നീ. യഥാർത്ഥത്തിൽ ഈ മിഥ്യയാണ്, വ്യക്തിബോധം എന്നതേ ഒരു മിഥ്യയാണ്, ഒരു സ്വപ്നം പോലെയാണ്. ഞാൻ എന്നൊരു വ്യക്തി അങ്ങനെയൊന്നില്ല, അതൊരു സങ്കല്പമാണ്. അതിലാണ് ഈ അഹങ്കാരം, വ്യക്തിബോധം. ഞാനാണ് ഇത് ചെയ്യുന്നത്. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ. ചിച്ഛക്തിയായിട്ടുള്ള ചൈതന്യം ജീവനോടുകൂടെ ഇത് ഈ ശരീരം ഒട്ടിച്ചേരുന്നത് കൊണ്ടാണ് ജീവനുള്ള ശരീരമായിട്ട് ജീവനുള്ളതായിട്ട് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഈ ദേഹത്തിന് ജീവനേ ഇല്ല, അത് ജഡമാണ്. പക്ഷെ ജീവനോട് ചേരുന്നത് കൊണ്ട് ഈ ശരീരവും മനസ്സുമൊക്കെ ഉണ്മ ഉള്ളതായിട്ട് തോന്നുകയാണ്. ഏതുപോലെ തപ്തമായുള്ളോരയ പിണ്ഡവത് സദാ. തപ്തമായിട്ടുള്ള ചുട്ടുപഴുത്ത അയപ്പിണ്ഡം, ഒരു ഇരുമ്പിൻ കഷ്ണത്തിൽ എങ്ങനെയാണോ അഗ്നി നിലനിൽക്കുന്നത് അതുപോലെ. തേന ദേഹത്തിന് താതാത്മ്യയോഗേന താൻ ഒരു ചേതനവാനായി ഭവിക്കുന്നു. ഞാൻ ഒരു ചൈതന്യമുള്ളവനാണ് എന്ന് ദേഹത്തിന് തോന്നുകയാണ് ചെയ്യുന്നത്. ദേഹോഹം എന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിന് മായയ. ഇത് ഈ മായാശക്തിയിൽ പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ അഹം ദേഹം, ഞാൻ ഈ ദേഹമാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നത്. ദേഹോഹം അദ്യയേവ കർമ്മ കർത്താഹം ഇത്യാഹന്ത സങ്കല്പ്യ സർവദാ ജീവനും. ഞാൻ അദ്യയേവ ഇന്ന് ഈ ദേഹമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ഈ കർമ്മം ചെയ്യുന്നു, ഇതിന്റെ കർത്താവ് അഹം, ഞാനാണ്. ഇതി ആഹന്ത, എന്ത് ചെയ്യാം, കഷ്ടം. കാരണം ഈ ഒരു സങ്കല്പമാണ് മനുഷ്യനെ ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നത്. ഇങ്ങനെ ഈ സർവദാ ജീവൻ എന്ന ഈ ബോധം ചിന്തിക്കുന്നത് ഞാൻ ഈ ദേഹമാണെന്നാണ്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്ന് ജനനമരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ഹംസപാദങ്ങൾ മറന്നു ചമയുന്നു. ആ പരമാത്മയോഗം, പരമഹംസന്മാരുടെ ആ പദം, അതിലേക്ക് എത്താനുള്ളതാണ് ഈ മനുഷ്യജന്മം എന്ന് മറന്നിട്ട് ഇവിടെ ഇങ്ങനെ സംസാരത്തിലെ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് ഞാൻ സുഖിക്കുന്നു, ഞാൻ ദുഃഖിക്കുന്നു എന്നിങ്ങനെ സങ്കല്പിച്ച് മൂഢന്മാരായി കഴിയുന്നു.
മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ. മേൽപോട്ട് സ്വർഗലോകത്തിലേക്കും കീഴ്പോട്ട് നരകത്തിലേക്കും ഇങ്ങനെ ഭ്രമിച്ച് പുണ്യം ചെയ്തവർ സ്വർഗത്തിലേക്കും പാപം ചെയ്തവർ നരകത്തിലേക്കും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതിതാൽപര്യവാൻ പുണ്യ പാപാത്മക സ്വയം. പുണ്യപാപങ്ങൾ തുല്യമാകുമ്പോഴാണ് ഭൂമിയിൽ ജന്മം ലഭിക്കുന്നത്. ഇങ്ങനെ പുണ്യം കൂടുതൽ ചെയ്തവർ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ അങ്ങനെ അതായത് ഈ പുണ്യലോകം കിട്ടാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ തന്റെ വിത്താനുരൂപേണ തന്റെ ധനത്തിന്റെ സ്ഥിതി അനുസരിച്ച് യജ്ഞദാനാദികൾ ചെയ്തിട്ട് ദുർഗതി നീക്കി സുഖിച്ച് വസിക്കണം, എനിക്ക് സ്വർഗത്തിൽ പോയി എൻ്റെ എല്ലാ ദുഃഖങ്ങളും നീക്കി സുഖമായിട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ അങ്ങനെ സ്വർഗത്തിലേക്ക് പോകണം എന്ന് ചിന്തിച്ച് ഒരുപാട് യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന ആൾ മൃത്യുഭവിച്ചു. അങ്ങനെ മൃത്യുഭവിക്കുന്ന നേരം ആ വിചാരത്തോടുകൂടെ ഇരുന്നതിനാൽ സ്വർഗലോകത്ത് സുഖിച്ചു വാഴും വിധവും അങ്ങനെ സ്വർഗലോകത്തിൽ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ കാലം കഴിഞ്ഞു പോകുമ്പോൾ ഉത്തമാംഗം കൊള്ള വീഴും അധോഭുവി. പുണ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് ഉത്തമാംഗം കൊള്ള വീഴും അധോഭുവി. ഉത്തമാംഗം എന്നാൽ തല താഴോട്ടായിട്ടാണ് സാധാരണ പ്രസവത്തിൽ കുഞ്ഞുങ്ങൾ വീഴുന്നത്. തലയാണ് ആദ്യം വരുന്നത്. അങ്ങനെ ഭൂമിയിൽ വീണ്ടും ജന്മമെടുക്കുന്നു. സ്വർഗത്തിൽ വസിച്ചുകൊണ്ടിരുന്ന ആൾ എങ്ങനെയാണ് പിന്നെ ഭൂമിയിലേക്ക് വരുന്നത് എന്ന് പറയുകയാണ്. പുണ്യം ഒടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ. സ്വർഗലോകത്ത് ഒരുപാട് നാൾ സുഖിച്ചു വസിച്ചു കഴിഞ്ഞാൽ ആ പുണ്യമൊക്കെ ഒടുങ്ങും. അങ്ങനെ വീണ്ടും ഭൂമിയിലേക്ക് വരാൻ ആദ്യം ഇന്ദുമണ്ഡലത്തിൽ ചന്ദ്രന്റെ മണ്ഡലത്തിൽ ചെന്ന് പതിക്കുന്നു. ചെന്ന് പതിച്ച് നീഹാര സമേതനായി, നീഹാരം മഞ്ഞു തുള്ളിയോടുകൂടെ ഭൂമിയിൽ പതിച്ച് ശാല്യാദികളായി ഭവിച്ച്, ശാല്യാദികൾ ധാന്യങ്ങളായി തീർന്ന് ആമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. ധാന്യങ്ങളായി തീരുക എന്നാൽ ധാന്യങ്ങളിൽ ഈ ജീവൻ സൂക്ഷ്മജീവൻ അങ്ങനെ കുടികൊള്ളുന്നുണ്ടാകും. പിന്നീട് ഇത് ഏതൊരു പുരുഷനാണോ അച്ഛനാവാൻ ഭഗവാൻ നിശ്ചയിച്ച ഒരു പുരുഷൻ, ഏത് ഈ ജീവന്റെ അച്ഛൻ സൂക്ഷ്മജീവനായിട്ട് ധാന്യത്തിൽ കുടികൊള്ളുന്ന ആ ജീവന് അച്ഛനായി തീരാൻ ഭഗവാൻ നിശ്ചയിച്ചയാൾ, ആ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ, ഈ ധാന്യങ്ങൾ ആ പുരുഷൻ ഭുജിക്കുന്ന സമയത്ത് അത് ശരീരത്തിൽ ചതുർവിധമായി ഭവിക്കും ബലാൽ. ശരീരത്തിന്റെ പോഷണത്തിനായിട്ട് 4 വിധത്തിൽ അത് ഭവിക്കുന്നു. രക്തവും മാംസവും ഒക്കെ ആയിട്ടത് ഭവിക്കുന്നു. എന്നതിൽ ഒന്ന് രേതസ്സായി ചമഞ്ഞതു. ഇതിൽ ഒന്ന്, ഈ 4 വിധത്തിലാവുന്നതിൽ ഒന്ന് രേതസ്സായിട്ട് മാറുന്നു. അത് ഈ സൂക്ഷ്മജീവന് അമ്മയായി തീരാൻ ഭഗവാൻ നിശ്ചയിച്ച സീമന്തിനി യോനിയിൽ, ആ സ്ത്രീ യോനിയിൽ ചെന്ന് ചേരുന്നു. അവിടെ യോനി രക്തത്തോട് സംയുക്തമായി വന്ന്, അങ്ങനെ ഈ സൂക്ഷ്മജീവൻ യോനിയിലെ രക്തത്തോട് സംയുക്തമായി വന്ന് താനേ ജരായു പരിവേഷ്ടിതം. ജരായു എന്നാൽ ഒരു ചർമ്മം, ഭ്രൂണത്തെ പൊതിഞ്ഞിരിക്കുന്ന ചർമ്മം, അങ്ങനെ പരിവേഷ്ടിതമായി ഏകദിനേന കലർന്ന് കലലമായിട്ട്, ആദ്യം ഒരു കലങ്ങിയ വെള്ളം പോലെയാണ് ആ ഭ്രൂണം ആദ്യം ഇരിക്കുക. അങ്ങനെ ഒരു ദിവസം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട്, 5 രാത്രി എന്നാൽ 5 ദിവസം കൊണ്ട് ബുദ്ബുദാകാരം, ഒരു കുമിള പോലെ ആയിത്തീരുന്നു. 5 ദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. മാംസവും പേശികളുമൊക്കെ മെല്ലെ ഉണ്ടായി തുടങ്ങുന്നു. മാസ അർദ്ധകാലേന, മാസത്തിന്റെ അർത്ഥം പകുതി ദിവസം, 15 ദിവസം. 15 ദിവസം കൊണ്ട് പിന്നെയും മെല്ലവേ പേശി രുധിര പരിപ്ലുതമായി വരും. പേശി ചോരയാൽ നനയ്ക്കപ്പെടും. ചോരയും നീരുമുള്ള ശരീരമായി തീരുന്നു. ആശു തസ്യാം അങ്കുരോൽപത്തിയും വരും. പിന്നീട് കഴുത്ത്, തല, തോൾ, നട്ടെല്ല്, വയറ് എന്നീ 5 വിധത്തിലുള്ള അവയവങ്ങൾ ക്രമത്തിൽ ഇങ്ങനെ ഒരു മുള പൊട്ടുന്നത് പോലെ അതങ്ങനെ പൊട്ടി വികസിക്കുന്നു.
ഇത് പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ, അതായത് 25 ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനെയൊരു മുള പൊട്ടുന്നത്, ഓരോരോ അവയവങ്ങളായിട്ട് വേർതിരിഞ്ഞ് വരുന്നത്. പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുന്നു. പിന്നീട് 2 മാസം കൊണ്ട് ക്രമേണ 2 കൈകൾ, 2 കാലുകൾ, ഇടതും വലതുമുള്ള വാരിയെല്ലുകൾ, അരക്കെട്ട്, കാൽമുട്ടുകൾ, ഇങ്ങനെ സന്ധികൾ ഉണ്ടാകുന്നു. പിന്നീട് അങ്കുലീജാലവും 4 മാസത്തിനാൽ, പിന്നെ 4-ാം മാസത്തിലാണ് വിരലുകൾ പതുക്കെ ഉണ്ടായി മുളച്ച് ഉണ്ടാവുന്നത്. ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും 5 മാസം കൊണ്ട്. 5-ാം മാസത്തിൽ മൂക്ക്, കാതുകൾ, കണ്ണുകൾ എന്നിവ ഉണ്ടാകുന്നു. ഒപ്പം തൊണ്ണ്, നമ്മുടെ തൊണ്ട, നഖങ്ങൾ, ഗുഹ്യേന്ദ്രിയം, ജനനേന്ദ്രിയം ഇവയൊക്കെ 5-ാം മാസത്തിൽ തന്നെ ഉണ്ടാകുന്നു. ഷഷ്ഠമാസേ 6-ാം മാസത്തിൽ പുനഃ, പിന്നെ കിഞ്ചന പോലും പിഴയാതെ, ഇതിൽ യാതൊരു പിഴവുമില്ല, ദേഹിനാം ദേഹികൾക്ക് കർണയോഹോ ഛിദ്രം, കർണപുടങ്ങൾ അത് വികസിച്ചു വരുന്നു, അവിടെ ആ ദ്വാരം ഉണ്ടായി വരുന്നു. ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഘ ഉപസ്ഥ നാഭി പായുക്കളും, പിന്നെയാണ് ലിംഗം, അതുപോലെ ഉപസ്ഥം, ജനനേന്ദ്രിയം, യോനി, നാഭി, പായു എന്നാൽ മലദ്വാരം, ഇവയൊക്കെ 7-മേ മാസി ഭവിക്കും. പുനരുടൻ ഗുപ്തമായോരു, അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ശിരകേശരോമങ്ങൾ, തലയിലെ മുടി, അത് 8-മേ മാസി ഭവിക്കും. 8-ാം മാസത്തിൽ മുടി ശരീരത്തിൽ അത് ഉണ്ടാകുന്നു. പുനരഭി പുഷ്ടമായിടും സ്ഥലാന്തരെ, അങ്ങനെ അമ്മയുടെ ഗർഭപാത്രം വികസിച്ചു വരുന്ന ആ സമയത്ത് 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും, ഈ 9-ാം മാസമൊക്കെ ആവുമ്പോഴേക്കും കൈകളും കാലുകളുമൊക്കെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇനി വീണ്ടും 5-ാം മാസത്തിലെ കാര്യം പറയുകയാണ്. ചൈതന്യവാനായി വരും അഞ്ജസ ജീവൻ ക്രമേണ ദിനേ ദിനേ, ജീവൻ 5-ാം മാസത്തിലാണ് കൂടുതൽ ചൈതന്യവത്തായി വരുന്നത്. ഇനി നാഭിസൂത്ര അല്പരന്ധ്രേണ മാതാവിനാൽ, അമ്മയുടെ പൊക്കിൾക്കൊടിയും കുഞ്ഞിന്റെ പൊക്കിൾക്കൊടിയും തമ്മിൽ ബന്ധിപ്പിച്ച് ആ ദ്വാരത്തിലൂടെ, നാഭിസൂത്രത്തിലെ അല്പരന്ധ്രേണ, ആ ചെറിയ സൂക്ഷ്മമായ ദ്വാരത്തിലൂടെയാണ് സാപേക്ഷമായ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ, അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം, അങ്ങനെ ആ ഗർഭത്തിലിരിക്കുന്ന പിണ്ഡം അത് ഭക്ഷിച്ചാണ് വളരുന്നത്. മുഹുഹു മൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ, ഇങ്ങനെ ആ ഗർഭത്തിനുള്ളിലെ സ്ഥിതി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരു വെളിച്ചവുമില്ലാത്ത അവസ്ഥ, ഒരു ദ്വാരവും ഇല്ല പുറത്തേക്ക്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായും മരിച്ചു പോകാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് മരിക്കുന്നില്ല? നിജ കർമ്മബലത്തിനാൽ. അവൻ ഈ ഭൂമിയിൽ ജനിക്കേണ്ടവനാണ് എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഗർഭാവസ്ഥയിൽ മരിക്കുന്നില്ല. ഇനി അവിടെ കിടന്ന് ഈ ജീവൻ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ആ ജീവന് തൻ്റെ പൂർവജന്മത്തെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രം കണ്ടുപിടിച്ചു. പക്ഷേ ഇനി പറയാൻ പോകുന്നത് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം അത് വളരെ സൂക്ഷ്മമായ വികാരങ്ങളാണ്. എന്നാൽ ഇതെല്ലാം കണ്ടെത്തിയ ഋഷിമാർ ഇതും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും സത്യമാണ്. അപ്പോൾ അവിടെ കിടന്ന് എല്ലാ ജീവനും തൻ്റെ പൂർവജന്മത്തെക്കുറിച്ച് ഇങ്ങനെ നിരൂപിച്ച് ദുഃഖിച്ച് ജാഠരവഹ്നി പ്രതപ്തനായി, അമ്മയുടെ വയറിലെ ജഠരാഗ്നിയുണ്ട്, അതുകൊണ്ട് ഈ കുഞ്ഞ് തപിപ്പിക്കപ്പെടുന്നുണ്ട്. തത്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. അപ്പോൾ ഈ കുഞ്ഞിന്റെ ഉള്ളിൽ, ഈ ജീവന്റെ ഉള്ളിൽ തൻ്റെ പൂർവജന്മത്തിന്റെ ഏതൊക്കെ കർമ്മഫലമായിട്ടാണ് താനിവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമാകുമത്രേ.
അപ്പോൾ ആ സമയത്ത് ചിന്തിക്കും, 10,100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. ഞാൻ എത്രയോ അമ്മയുടെ മകനായി ജനിച്ചു, അല്ലെങ്കിൽ മകളായി ജനിച്ചു. പുത്രധാര അർത്ഥ ബന്ധുക്കൾ സംബന്ധവും, ഓരോ ജന്മത്തിലും പല പുത്രന്മാർ, ഭാര്യമാർ, ധനം, ബന്ധുക്കൾ, ഇങ്ങനെയുള്ള സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബ ഭരണ ഏകസക്തന, എന്നിട്ടും ഈ കുടുംബം എന്ന ആ ഒരു ആസക്തി എനിക്ക് പോയില്ലല്ലോ. വിത്തം അന്യായമായി ആർജിച്ചിതന്വഹം, കുടുംബത്തിനു വേണ്ടി നല്ല രീതിയിൽ ജീവിക്കാൻ പല രീതിയിലും ഞാൻ ധനം സമ്പാദിച്ചു. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ, ഇതിനിടയിൽ ഭഗവാനെ സ്മരിക്കാൻ ഞാൻ പലപ്പോഴും മറന്നുപോയി. കൃഷ്ണ കൃഷ്ണേതി ജപിച്ചീലൊരിക്കലും, ഇതൊന്നും ജീവിതത്തിൽ വലിയ പ്രസക്തിയുള്ള കാര്യങ്ങളല്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നു, അതിൻ്റെ ഫലമായിട്ട് ഞാനിതാ വന്നും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ, ഞാനിപ്പോൾ വീണ്ടും ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഒരു ഗുഹ പോലെയുള്ള ഗർഭപാത്രത്തിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടാൻ കാരണം എൻ്റെ പൂർവജന്മ കർമ്മഫലമാണ്. എന്ന് ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ, എന്നാണ് ഭഗവാനെ ഞാൻ ഇതിൽ നിന്നൊന്ന് പുറത്തു കടക്കുക. എന്നിട്ട് ഭഗവാനോട് പ്രതിജ്ഞ ചെയ്യും, ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ. ഇനി പോയാലെങ്കിലും ഭഗവാനെ ഞാൻ ഒരു ദുഷ്കർമ്മവും ചെയ്യില്ല, സത്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. അതുമാത്രമല്ല, നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇനിയെങ്കിലും ഞാനൊരു പാഠം പഠിക്കും, ഭഗവാനെ മാത്രം സന്തതം സ്മരിച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ നല്ല രീതിയിൽ ജീവിച്ചു തീർക്കും. ഇത്യാദി ചിന്തിച്ച് ജീവനും അവിടെ നിന്ന് തന്നെ, ആ ഗർഭത്തിൽ ഇരുന്ന് തന്നെ ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. അപ്പോഴേ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങും എന്നാണ്. 10 മാസം തികയും വിധൗ ഭൂതലേ ചിത്തതാവേന പിറക്കും, കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. വിധിവശാൽ സൂതിവാദത്തിൻ പീഡാന്വിതം, പ്രസവ വേദന അമ്മമാർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും അത്രയധികം പീഡയാണ്. ആ രന്ധ്രത്തിൽ കൂടെ, ചെറിയ ദ്വാരത്തിൽ കൂടെ പുറത്തു വരണമെങ്കിൽ അത്രയധികം പീഡ ആ കുഞ്ഞനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പീഡാന്വിതം പാല്യമാനോവി, ഇനി പിന്നീട് മാതാപിതാക്കന്മാരാൽ പാലിക്കപ്പെടുന്നു. പക്ഷെ എന്നാലും ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതു, യാതൊരു സ്വാതന്ത്ര്യവുമില്ലാത്ത ബാല്യകാലം. ഇനി യൗവനത്തിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ, വാർദ്ധക്യത്തിൽ അത് വേറെ ദുഃഖം. ഇങ്ങനെ സർവവും ഓർത്തോളം ഏതും പുറാസഖേ. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഭഗവാനെ എപ്പോഴെങ്കിലും വിളിക്കോ? ഇല്ല, സമയമില്ല. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ഇനി വീണ്ടും നിശാകര മുനി പറയുകയാണ്, നീ ഇതൊക്കെ അനുഭവിച്ചു വന്നയാളാണ്, പല വിധത്തിലുള്ള ദുഃഖങ്ങൾ. അത് ഞാനിനി പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? അപ്പൊ ഭഗവാന് കൊടുത്ത പ്രതിജ്ഞയൊക്കെ മറന്നിട്ട് മുജ്ജന്മങ്ങളിൽ എങ്ങനെ കഴിഞ്ഞുവോ അതേപോലെ തന്നെ വീണ്ടും വീണ്ടും ഈ ലോകത്തിൽ ഇങ്ങനെ കറങ്ങിക്കളിക്കുന്നു. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന, ഞാൻ ഈ ദേഹമാണെന്ന ചിന്ത ഉള്ളിടത്തോളം സുഖം ദുഃഖം ഇങ്ങനെ മാറി മാറി വരും. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗ ഉദ്ഭവനാശവും ദേഹമൂലം സഖേ, ഇതൊക്കെ ഈ ദേഹത്തിനോടുള്ള അമിത ആസക്തി കൊണ്ടാണ്. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാത് പരം, സ്ഥൂലദേഹവും സൂക്ഷ്മദേഹവും ഇതിനൊക്കെ അപ്പുറത്ത് മേലേ ഇരിപ്പത് ആത്മാ പരൻ കേവലൻ, ഇതിനൊക്കെ അപ്പുറത്തുള്ള ആ ആത്മാവ് കേവല സ്വരൂപം. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച്, അതുകൊണ്ട് ഈ ദേഹത്തിനോടുള്ള ഈ മമതാബന്ധം ഉപേക്ഷിച്ച് മോഹമകന്ന് ആത്മജ്ഞാനിയായി വാഴുക നീ എന്ന് സമ്പാദിയെ ഉപദേശിച്ചിരുന്നു. ശുദ്ധം സദാ ശാന്തം ആത്മാനം അവ്യയം ബുദ്ധം പരബ്രഹ്മം ആനന്ദം അദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകം ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം. ഇതൊക്കെയാ പരബ്രഹ്മത്തിൻ്റെ പല പേരുകളാണ്.
ഇങ്ങനെയുള്ള ആ പരബ്രഹ്മം മായാവിനിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും. അങ്ങനെയുള്ള ജീവനാണ് എൻ്റെ ഞാനായിട്ട് ഇരിക്കുന്നത് എന്ന് എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ ഈ ദുഃഖമൊക്കെ അകലും. പ്രാരബ്ധ കർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്ഥാത്മനാ വാഴുക നീ സഖേ. എന്തായാലും പ്രാരബ്ധ കർമ്മവശാൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ഈ ലോകത്ത് ചെയ്യേണ്ടി വരും. എന്നാൽ അതിനോടൊന്നും ഒട്ടാതെ മനസ്സ് ആ പരമാർത്ഥത്തിൽ ആത്മനാ വാഴുക നീ സഖേ. ഇങ്ങനെ ആത്മജ്ഞാന ഉപദേശത്തിന് ശേഷം ആ മുനി സമ്പാദിക്ക് ഇനി വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ഇപ്രകാരം പറയുകയാണ്. മറ്റൊരു ഉപദേശവും പറയാം. തവ ചെറ്റ് ദുഃഖം മനക്കാമ്പിലുണ്ടാകുല. നിനക്ക് വിഷമത്തിന്റെ ആവശ്യമേ ഇല്ല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗ ബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്ന് തന്നാപത്തിനായി രാവണന്റെ ആപത്തിനായിട്ട് കട്ടുകൊണ്ടുപോവും മായയാ. മായയിൽപ്പെട്ട രാവണൻ ഇതൊക്കെ ചെയ്യും. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജ നിയോഗാത് കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോട് വാനരർക്കെത്തും ഒരു നിമിത്തേന. ഇതൊക്കെ ഒരു നിമിത്തമായി സംഭവിക്കും. നിസ്സംശയം, ഇതിനൊരു സംശയവും വേണ്ട, ഇത് സംഭവിച്ചിരിക്കും. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം. സീത എവിടെയാ ഉള്ളത് എന്ന ഒരു വാക്ക്, ആ ഒരു കാര്യം മാത്രം നീ പറഞ്ഞുകൊടുത്താൽ ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടും. അതിനില്ല സംശയം. ഈ ഒരു കാര്യം നീ ചെയ്യുമ്പോഴേക്കും നിന്റെ കരിഞ്ഞുപോയ ചിറകിന്റെ സ്ഥാനത്ത് പുതിയ ചിറകുകൾ മുളച്ചുവരും. ഒരു സംശയവും വേണ്ട. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. ഇത് സമ്പാദി പറയുകയാണ്. ഇങ്ങനെ എന്നോട് നിശാകരമുനി പറഞ്ഞിരുന്നു. കണ്ടോ, വന്നത് കാൺമിൻ ചിറകുകൾ പുത്തനായി. ദാ പറഞ്ഞു കഴിഞ്ഞില്ല, അപ്പോഴേക്കും വന്നു, പുതിയ ചിറകുകൾ വന്നു. എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. അത് എപ്പോഴും സത്യമായിരിക്കും. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലുമോർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റ് തോന്നീലഹോ. ആ രാമനാമ അമൃതത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. നല്ലത് മേന്മേൽ വരേണമേ നിങ്ങൾക്ക്. കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നിങ്ങൾക്ക് സീതാദേവിയെ കാണാൻ സാധിക്കട്ടെ. നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്ന് തന്നെ കടക്കായി വരും നിർണയം. നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ അർണവത്തെ കടക്കാം. ശ്രീരാമനാമ സ്മൃതി കൊണ്ട് സംസാര വാരാന്നിധിയെ കടക്കുന്നിതേവരും. ശ്രീരാമനാമ സ്മൃതി കൊണ്ട് മാത്രം, ആ സ്മരണ കൊണ്ട് തന്നെ നമുക്ക് ഈ സംസാരത്തെ കടക്കാം. പിന്നെയാണോ ഈ സമുദ്രം. രാമഭാര്യ ആലോകനാർത്ഥമായി പോകുന്ന രാമന്റെ ഭക്തരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും. അങ്ങനെ സംസാര അർണവത്തെ കടത്തുന്ന ആ ഭഗവാന്റെ ഭാര്യയെ കാണുവാൻ വേണ്ടി പോകുന്ന രാമഭക്തരായ നിങ്ങൾക്ക് ഒരു തടസ്സവുമില്ലാതെ ഈ സാഗരത്തെ കടക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് പറന്നു മറഞ്ഞിത് അത്യുന്നതനായ സമ്പാദി വിഹായസ. അങ്ങനെ അത്യുന്നതനായ സമ്പാദി പറന്നകന്നുപോയി എന്ന് പറയുകയാണ്. ഓം ശ്രീരാമചന്ദ്ര